ഹായ് ഗൈസ്, അപ്പോൾ നമ്മൾ കളിക്കാൻ പോകുന്നത് വേറൊരു വെറൈറ്റി ഗെയിമാണ്. ക്രൈസി പ്ലെയിൻ ആണ് ഈ ഗെയിമിൻ്റെ പേര്. എന്നിലും വേറൊരു ഗെയിമുണ്ട്, സ്പീഡ് മോട്ടോ എന്ന് പറഞ്ഞിട്ട് ഈ ഒരു ഗെയിം. അപ്പോൾ ഇത് കളിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞത് പിന്നെ സോളാർ സ്മാഷ്, പിന്നെ ഇത് നമ്മൾ വെഹിക്കിൾ മസ്റ്റർ ഞാൻ നിർത്തുന്നുണ്ട്. കാരണം അതിനത്രയ്ക്ക് വ്യൂസ് അങ്ങനെയൊന്നും കിട്ടണില്ല. പിന്നെ നമുക്ക് സബ്സ്ക്രൈബേഴ്സൊന്നും കുറയാനുള്ള, എല്ലാവരും ഇപ്പം സബ്സ്ക്രൈബൊന്നും ചെയ്യണില്ല. അപ്പം എല്ലാവരും സബ്സ്ക്രൈബൊക്കെ ചെയ്യുക, നമുക്ക് സബ്സ്ക്രൈബേഴ്സൊക്കെ കൂടുള്ളൂ. നമുക്ക് എന്തായാലും അപ്പം ഇത് കളിക്കാം. ഞാൻ ഇതുവരെയായിട്ടും കളിച്ച് നോക്കിയിട്ടില്ല കേട്ടോ, ഫസ്റ്റ് ടൈമാണ്. ബൂം ബിറ്റ് ടാപ്പ് ടു പ്ലേ. എൻ്റെ അമ്മ, എന്താണത്? ഒരു മിനിറ്റ്, ഞാൻ എൻ്റെ സൗണ്ടൊന്ന് ഇത്തിരി കുറക്കട്ടെ. ഞാൻ സൗണ്ടൊക്കെ ഒന്ന് കുറച്ചിട്ടുണ്ട്. പിന്നെ അത് കളിക്കാം. എൻ്റെ അമ്മോ, പോയി എന്തോരം ചക്രമുണ്ട് ഇതിന്. സാധാരണ പെയിന് ഇത്രയും ചക്രമൊക്കെ ഉണ്ടാകും. ഇതെന്തായാലും നമ്മൾ വീണ്ടും പൊളിഞ്ഞിട്ടുണ്ട്. 1076 കൊള്ളാം. പിടി. ഓ, വളക്ക്. ഇതെൻ്റെ കൺട്രോൾ എനിക്കങ്ങനെ കിട്ടണില്ല. മേളിൽ കൂടി വേണം പ്ലെയിനൊക്കെ പറഞ്ഞു. നമ്മൾ ഇത്രയും എത്തിച്ചേർന്നായിരിക്കും. നമുക്ക് ഇതൊന്ന് അപ്ഗ്രേഡ് ചെയ്യാം. ഈ സാധനം വേണ്ടത് ശരിക്കും, കാരണം ഇത് അധികമില്ല. നമുക്ക് ഇടിച്ച് പ്ലീസ് പോയി. കുഴപ്പമില്ല, നമുക്കിത് നോക്കാം. വീണ്ടും കിട്ടിയില്ലേ? ഇതൊന്നും വേണ്ട. പൊങ്ങ അടിക്കല്ലേ. ഓ, ആ കപ്പലും കൂടി മുക്കിക്കളഞ്ഞു. നമ്മ ഒറ്റക്ക് മുങ്ങൂല, നമ്മൾ മറ്റുള്ളതിനെയും കൂടി മുക്കും. അതാണ് നമ്മുടെ പ്രത്യേകത. ചേഞ്ച് വെഹിക്കിൾ പുതിയതുണ്ടോ? ഓ, എന്തോരോ സീൻ. ഇതൊക്കെ സെറ്റാണ്. നമുക്കെന്തായാലും ഒന്നും കൂടി കളിക്കാം. ഓ, ഇപ്രാവശ്യം കറക്റ്റായിട്ട്. ഓ ഇല്ലടാ, ഇതും കറക്റ്റായിട്ട് എത്തിയില്ല. ഇതും പോയി. പ്ലീസ്. ഇതും പോയി. കുഴപ്പമില്ല, നമുക്ക് നോക്കാം. അപ്ഗ്രേഡ് ചെയ്യാം. ലെവലപ്പായി ആ സാധനം, നല്ലപോലെ ലെവലപ്പായിട്ടുണ്ട്. എന്താണിത്? എന്താ ചെയ്തെന്ന് പറഞ്ഞൂടാ. എന്നാലും ഇപ്പോൾ കറക്റ്റിൽ വീണ്ടും വന്നിട്ടുണ്ട്. ചെറുതായിട്ട് എന്തോ ലാഗായെന്ന് തോന്നുന്നു. ഞാൻ നല്ല സെറ്റ് ചെയ്യാണ്. ഓ പ്ലീസ് ഇപ്രാവശ്യത്തും. അങ്ങനെ നമ്മളങ്ങനെ എത്തി. ഫസ്റ്റ് ലെവൽ കംപ്ലീറ്റഡ്. 21,000 അല്ലല്ലേ? 21,000 ആണോ? അല്ല, ന്യൂ ഹൈ സ്കോർ 451 മീറ്റർ. നെക്സ്റ്റ് ലെവൽ. അപ്പോൾ വീണ്ടും കളി തുടങ്ങിയത്. ഇത് അടുത്തതാണ്. ആ പ്ലെയിനൊന്ന് മാറിയിട്ടുണ്ട്. ഇങ്ങനെയല്ലേ പ്ലെയിൻ മാറി, ഇങ്ങനത്തെ ഒരു പ്ലെയിൻ ആയിട്ടുണ്ട്. ഇറ്റ്സ് 1453. ഇതിൻ്റെ വലിയതായിട്ടൊന്നും അപ്ഗ്രേഡ് ചെയ്യാനില്ലെന്ന് തോന്നുന്നു. ഈ ട്രെയിനിൻ്റെ മേളിൽ കൂടി പോകണോ? ബാരൽ റോഡ്. കുഴപ്പമില്ല, പ്ലെയിൻ്റെ അല്ലേ നമ്മൾ, അല്ല ട്രെയിനിൻ്റെ അല്ലേ, നമ്മൾ കപ്പലിൻ്റെ ഉള്ളിൽ കൂടെ വരെ പോയിട്ടുണ്ട്.
ഇതൊന്ന് നോക്കിയാലോ, ആഡ് കണ്ടു നോക്കാം. ക്യാഷ് ഇങ്ങനെ ആഡൊക്കെ കണ്ടിട്ട് ഇത് ഒറ്റ പ്രാവശ്യം കിട്ടുള്ളൂ കേട്ടോ ഈ വണ്ടി. അയ്യേ അയ്യേ, ഇതാണ് ഇത്ര വലിയ. അല്ലേ ഇനി ഇത് കിട്ടോ? നമുക്ക് എങ്ങനെയെങ്കിലും അതൊന്ന് കൂട്ടണം മറ്റേ സാധനം. ഇത് പിന്നെ ഇത് 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 പിന്നെ ഇപ്പോൾ ഒന്നും കൂട്ടാൻ പറ്റില്ല. പ്ലീസ് പ്ലീസ്. ഓ ജസ്റ്റ് ട്രെയിനിൻ്റെ മേളിൽ കൂടെ നമ്മൾ പോയി, പക്ഷെ അപ്പുറത്ത് അങ്ങനെ എത്താൻ പറ്റിയില്ല. കൂടി പ്ലീസ് പ്ലീസ്. കാർട്ടായിട്ട് ഞാൻ ഞെക്കിയില്ല, അതാണ് പോയത്. അല്ലെങ്കിൽ അത് പോയേനെ. നമുക്കൊന്നും കൂടി അപ്ഗ്രേഡ് ചെയ്യാം. ഇനിയിപ്പോൾ ഒന്നും അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റില്ല. പ്ലീസ് പ്ലീസ് പ്ലീസ്. ഗോ 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 ഗോ. പോയി പോയി. ഗോ 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 ഗോ. എന്തോരാണിത്, ഇത്ര എത്തിയാ? കുറച്ചധികം 7000. 7000 പോണ വഴി കണ്ടില്ല. യെസ്, ജയിച്ച്. എങ്ങനെയൊക്കെ നമ്മൾ ജയിച്ച്. നെക്സ്റ്റ് ലെവൽ. ഇപ്പം ഒന്നും ചെയ്യണ്ട, ഇപ്പം എനിക്കൊന്നും പറയാനില്ല. 18000. ഇതെന്താണ്ടത്? ഇത് പ്ലെയിനാണോ മോൺസ്റ്റർ ട്രക്കാണോ? ഇത് ഏതോ ബുദ്ധിയില്ലാത്തവരാണ് പ്ലെയിനും മോൺസ്റ്റർ ട്രക്കും കൂടി ഒരുമിച്ച് വെച്ചേക്കാൻ, കൂട്ടി വെച്ചേക്കാൻ. പ്ലീസ് 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 പ്ലീസ്. ഓ പോ. അടുത്ത ടോട്ടൽ ഡിസ്റ്റൻസ് ഇവിടം വരെ വന്ന. ഇതിനെ വെള്ളം കൂടി പോകണമെന്ന് പറഞ്ഞു തോന്നുന്നു. എൻജിൻ ബോണസായാലും നല്ല എൻജിനാണ്. ഇനി ഇതും കൂടെ ചെയ്യിക്കട്ടെ. എന്നിട്ട് രക്ഷയില്ല. ശേ 6000. എൻജിൻ പിന്നെ ബൂസ്റ്റ്. കുടിക്കണ ബൂസ്റ്റല്ല കേട്ടോ, നമ്മുടെ ഈ വണ്ടിയുടെ ബൂസ്റ്റാണ് ഉദ്ദേശിച്ചത്. ഇല്ല എവിടെ നിന്നാ ബൂസ്റ്റ് തന്നെ? ബൂസ്റ്റ് തന്നെ പ്രത്യേകിച്ച് സ്ഥലമൊന്നുമില്ലല്ലോ. പ്ലെയിനിന് ബൂസ്റ്റ് ഉണ്ട് ഗൈസ്, നിങ്ങളെന്തായാലും കമൻറ്റ് ചെയ്യുക പ്ലെയിനിന് ബൂസ്റ്റ് ഉണ്ടാവോ ഇല്ലയോ എന്ന്. ഞാൻ കണ്ടേക്കണ പ്ലെയിനിലൊക്കെ എൻജിനുണ്ട്. കയറിയിട്ടുള്ളവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. പ്ലെയിനിൽ കയറണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ കയറിയിട്ടുള്ളവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഒന്നറിയാനാണ്. ഇതെന്ത് കഷ്ടമാണിത്. ഞാൻ നമ്മൾ ചെയ്യേണ്ടതില്ല, കിട്ടണ ആവശ്യം കൊണ്ട് എങ്ങനെയൊക്കെ ലെവലപ്പ് ചെയ്യാൻ പറ്റുമോ അങ്ങനെയൊക്കെ ലെവലപ്പ് ചെയ്യണം. കാരണം എന്നാലേ ഒരു ലെവൽ ജയിച്ച് അടുത്ത ലെവലോട്ട് പോകാൻ പറ്റുള്ളൂ ഗെയിമിൽ. ഇപ്പം നേരത്തേക്കാട്ടും കുറച്ച് കഴിഞ്ഞു. എത്തിയോടെ തന്നെ എത്തിയാലും പൈസ കിട്ടും, അത് വേറെ കാര്യം. ഒന്നും കൂടി ഇങ്ങനെയാണ് നമ്മൾ കളിക്കേണ്ടത് ഈ ഗെയിമിൽ. ഉണ്ടായി ഇപ്പം അതിനെക്കാട്ടും കുറച്ചും കൂടി വെള്ളമില്ലേ.
4 ചക്രം. അതൊക്കെ എന്തായാലും ഇപ്രാവശ്യം 5000 കിട്ടിയിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം 6000 അല്ലായിരുന്നു. ഇപ്രാവശ്യം എന്തായാലും 5000 കിട്ടിയിട്ടുണ്ട്. ഒന്നും കൂടി ഇപ്രാവശ്യങ്ങളൊന്ന് പോകണം കറക്റ്റായിട്ട്. എടാ ഒട്ടും പൊങ്ങിയിട്ടില്ല. എന്തോ കഷ്ടം. ഇപ്പം 4000 കിട്ടിയിട്ടുള്ളൂ. 6000ആയി. ഞാൻ എൻജിനാണ് കൂട്ടണത്. കാരണം എൻജിൻ കൂടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ മുന്നോട്ട് പോകാൻ പറ്റും. യെസ്, കണ്ടോ ഞാൻ പറഞ്ഞില്ലേ, എൻജിൻ കൂടിയാണെങ്കിൽ നമുക്ക് കൂടുതൽ മുന്നോട്ട് പോകാൻ പറ്റും. ഇപ്രാവശ്യം എത്ര കിട്ടി? 7421. ഇപ്രാവശ്യം നമുക്ക് ബൂസ്റ്റ് അപ്ഗ്രേഡ് ചെയ്യാം. പൈസ ബാക്കിയുണ്ട്, എന്നാലും കുഴപ്പമില്ല. എൻജിൻ അപ്ഗ്രേഡ് ചെയ്തായിരുന്നെങ്കിൽ കുറച്ചും കൂടി ഇതായേനെ. കുഴപ്പമില്ല, പൈസ ഉണ്ടല്ലോ. 5000 സംതിങ്. ഇനിയിപ്പോൾ ഒന്നും അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റില്ല. 1790 ഉള്ളൂ. ചേടാ, നേരത്തേനെക്കാട്ടും കുറച്ചാണല്ലോ ഇപ്രാവശ്യം പോയത്. നമുക്ക് ഏത് അപ്ഗ്രേഡ് ചെയ്യണം? ബൂസ്റ്റ് കൂടുതലാണ്. എൻജിൻ അപ്ഗ്രേഡ് ചെയ്യാം. അപ്ഗ്രേഡ് ഫ്രീയാ. ഞാൻ ഇത് കണ്ട് അപ്ഗ്രേഡ് ചെയ്യാറൊന്നുമില്ല. എന്താണിത്? കപ്പലിൻ്റെ ഉണ്ട് ഇതുപോലത്തെ. ചേഞ്ച് വെഹിക്കിൾ. ഇത് വേണ്ട, ഇതെടുക്കാം. എവിടെ? ഇതും കൊണ്ട് പോയി നോക്കാം. കണ്ടോ ഇപ്പം എത്തണത്? കണ്ട് കണ്ണ് തുറന്ന് കണ്ട്. അതിൻ്റെ മേളിൽ കോടി ഉണ്ടെന്ന് വെച്ചേക്കണേ. കോഴിയുടെ വെയിറ്റ് കാരണം അതിൻ്റെ 2 ചക്രം ഇതായിപ്പോയി. അതിൻ്റെ ഇടയിൽ ഒരു ചെറിയൊരു ആഡ് വന്നു. അതെന്തായാലും പോയിട്ടുണ്ട്. നമുക്ക് എന്തായാലും വീണ്ടും കളി തുടങ്ങാം. ഇതെന്തായാലും എത്തും. ഞാനാ വേണം. ഞാൻ പറഞ്ഞുകൊണ്ടാണോ എന്ന് പറഞ്ഞോളാം. എത്തിയില്ല. എന്താണിത്? സൂപ്പർമാൻ്റെ ഗെയിമോ? അല്ല, ബോക്സിംഗ് ചാമ്പ്യൻ. ഇപ്രാവശ്യം കൂടുതൽ കിട്ടി. 11,000. 28,000 രൂപയെ. പ്ലീസ് ഒരു 30,000. 30,000 എന്ന് പറഞ്ഞില്ല. ഇപ്പം തന്നെ കിട്ടും 30,000. 30,000 കിട്ടിയാ? 30,000 കൂടുതൽ കിട്ടി. ഇല്ല 30,000 കൂടുതലൊന്നും കിട്ടിയില്ല. ഇതില്ല, നെക്സ്റ്റ് ലെവലുകൾ ആവുന്ന സമയത്ത് ഭയങ്കര ലാഗൊക്കെ ഇഷ്ടമുള്ള ആൾക്കാരുണ്ടോയെന്ന് പറഞ്ഞോളൂ. എന്തായാലും അങ്ങനെയുള്ളവർ മീൻസ് ലാഗ് വന്നാലും കുഴപ്പമില്ല എന്നുള്ളവർ മാത്രം ഇത് കളിച്ചാൽ മതി. കാരണം ഈ നെക്സ്റ്റ് ലെവലാകുമ്പോഴേക്കും ഒരു ചെറിയ ലാഗൊക്കെ വരുന്നുണ്ട്. പിന്നെ ആഡും ഉണ്ട്. ആഡ് അധികം ഇല്ല, പക്ഷേ ലാഗുണ്ട്. നമുക്ക് ഇപ്രാവശ്യം നിങ്ങൾ പ്ലെയിൻ നോക്കിയേ. എൻ്റെ മോനെ, ഇത് വല്ലാത്തൊരു പ്ലെയിനായിപ്പോയി. ഇതിൻ്റെ കുറച്ചുകൂടി കൂട്ടി വെക്കാം. അപ്പോൾ സെറ്റ് ആയിരിക്കൂലേ? ഇതെന്തോടെ ജെറ്റ് സാധനം അല്ലേ? വീണ്ടും ഇതങ്ങനെ പോയി താഴെ വീഴുന്നു. ഫസ്റ്റ് ഡിസ്റ്റൻസ് ഈ ഇതിനകത്ത് ഫസ്റ്റ് 4000 രൂപ. എൻജിൻ ബോണസ് ഞാൻ അപ്ഗ്രേഡ് ചെയ്യാനുള്ളത്. കാരണം അത് ഉണ്ടായിട്ടും വലിയ കാര്യമൊന്നുമില്ല. ഇപ്പം കിട്ടുന്ന കാശന മതി. ബോണസായിട്ട് കിട്ടിയിട്ടും വലിയ കാര്യമൊന്നുമില്ല. ദാറ്റ് ഈസ് വൈ. ഫ്ലിപ്പ്. ഞാനല്ലേ പ്ലെയിൻ ഓടിക്കണേ. ഫ്ലിപ്പൊക്കെ ആവണ്ടിരിക്കും.
കറങ്ങി തിരിഞ്ഞ് നേരെ നിൽക്കാൻ നോക്കി, അതന്നെ ഭാഗ്യം. പ്രശ്നം ഞാൻ അങ്ങനെ ബൂസ്റ്റ് ഒന്നും ഇടണില്ല. നീ ബൂസ്റ്റ് കേട്ടോ. പക്ഷെ ഇതെങ്ങനെ വളക്കണ ഒരു ഇല്ല, അതെനിക്ക് കിട്ടിയിട്ടില്ല. 5000 വളക്കണ ഒരു ഇതില് ഒരു കൺട്രോളിങ് അതെനിക്ക് കിട്ടിയിട്ടില്ല. കണ്ടത് വളയാനുള്ള ഈ സാധനം. ഈ സാധനം വളയല്ല. ഇനി ഇങ്ങനെ ടിൽറ്റ് ചെയ്യുമ്പോഴാണ് ഫോൺ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കില്ല, അപ്പോഴാണ് വളയണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. നമുക്കൊന്ന് ട്രൈ ചെയ്യണം. കാരണം മുമ്പിൽ ബിൽഡിങ് ഉണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ ചെയ്യാനാ? അല്ല ഗൈസ്, ടിൽറ്റ് ചെയ്യുമ്പോഴത് വളയല്ല. എന്താണിത്? പ്ലെയിന് വട്ടായ തന്നെ ഓടണം. ഇത്ര വലിയ ചക്രമുള്ള കാരണം ഭാഗ്യം, അല്ലെങ്കിൽ എപ്പോൾ വടിയാവണ്ടെന്ന് പറഞ്ഞാൽ മതി. എന്താണിത്? ടേക്ക് ഓഫ് ചെയ്യണതിന് മുമ്പ് തന്നെ, പക്ഷെ എൻ്റെ ടേക്ക് ഓഫ് ചെയ്യണതിന് മുമ്പ് തന്നെ പ്ലെയിൻ ഇതാണ്. പിന്നെ ടേക്ക് ഓഫ് കഴിഞ്ഞാലോ 6000 30,000 കുഴപ്പമില്ല. നമുക്കൊരു 20,000 ഒക്കെ ആക്കിയിട്ട് PS5 കാണിക്കാം. ഈ സാധനം ഒരുമാതിരി ഇങ്ങനെ 2 കൈ വേണമെന്ന് പറഞ്ഞു. റിയൽ പ്ലെയിനിൽ 2 കൈ വെച്ചല്ലേ ഓടിക്കണം. അതുപോലെ ഇതെന്താണ് ഈ കാണിക്കണം? കുതിര ചാടണം ചാടണം, എന്നിട്ടൊരു ഇതുമില്ല. പഴയതുപോലെ തന്നെ ഓരോ നേരം ആ പരസ്യത്തിന് ഒരു ഇതും കളഞ്ഞു. ഇതെന്ത് കഷ്ടമാണിത്? I like ads, പക്ഷെ I don't like ads. അയ്യോ നെക്കിയത് ഉള്ളു മാറിപ്പോയി. അങ്ങനെ തിരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ സ്പീഡ്. ഓ ഇവിടെ അവിടം വരെയൊക്കെ നമ്മൾ വളച്ചു. എവിടെ ഇരിക്കണത് നിങ്ങൾ കണ്ട? അവിടം വരെയൊക്കെ ഞാൻ വളച്ചോണ്ടും വേണം. ഞാൻ കാണിച്ചു തരാം. എന്താണ് വീണ്ടും പരസ്യം? വീണ്ടും പിയർ ബാക്ക്. എന്നാലത് എങ്ങനെയാണ് അവിടം വരെ എത്തണം? കണ്ട പച്ച കണ്ട അവിടെ വരെ നമുക്ക് എത്തണം. അവിടം വരെയൊക്കെ എങ്ങനെ എത്താനാണ്? ഇങ്ങനെ പറ, എങ്ങനെ എത്താനാണ് അവിടം വരെയൊക്കെ? ഇതെടുത്താലേ നല്ല പ്ലെയിനാണ്. ഇതൊന്നും പറ്റൊന്നുമില്ല. ഇതൊന്നും സ്പേസ് ഷിപ്പാണ്. ഇതൊന്നും പറ്റൂല. ഇത് നമ്മുടെ ഈ വണ്ടി ഇതൊക്കെ കഴിഞ്ഞ പ്രാവശ്യം ഈ വണ്ടി എടുത്തിട്ടാണ് ജയിച്ചത്. അപ്പം അതുകൊണ്ട് ഞാൻ വീണ്ടും ഈ വണ്ടി തന്നെ എടുക്കണം. ഈ വണ്ടിയുടെ പ്രത്യേകതയാണ് മറ്റേ സ്പേസ് ഷിപ്പിലൊക്കെ പറന്ന് സ്പേസിലെത്തുമ്പോൾ ഓരോ പാർട്സ് ഇങ്ങനെ വിട്ട് കളയൂലേ, അതുപോലെയാണ് ഇത്. ടേക്ക് ഓഫ് കഴിഞ്ഞിട്ട് അതിൻ്റെ ഓരോ കണ്ടെയ്നറായിട്ട് ഇങ്ങനെ വിട്ടിരിക്കും. ആ സിറ്റിയിലുള്ള എല്ലാവർക്കും എന്താണ് കണ്ടെയ്നർ ഫോർ ഫ്രീ. ഇതേ നോക്കിയോ, ഇപ്പോൾ ടേക്ക് ഓഫ് ചെയ്യാൻ പോകണമെങ്കിൽ എല്ലാ കണ്ടെയ്നറും കൂടി അങ്ങോട്ട് വിടും. വിട്ട് കണ്ട ഫ്രീ കണ്ടെയ്നർ. ഇത് ഞാൻ തിരിക്കണതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലോട്ടാണ് ഇത് വന്നത്. ഇതുമാതിരി കറക്റ്റായിട്ട് അങ്ങനെ വന്നൊന്നുമില്ല, അതും ചരിഞ്ഞൊക്കെയാണ് വന്നത്. ലാസ്റ്റ് ട്രൈ. എന്താണത്? ബ്രേക്കാ? ഓ എൻ്റെ മോനെ, സീൻ ബ്രേക്ക്. പറക്ക്. ഓ ഇങ്ങനെ നമ്മ കാറിൻ്റെ സ്റ്റിയറിങ്ങുകളൊക്കെ പോലെ അതുപോലെയാണ് വളച്ചാൽ മതി. ഇപ്പം അല്ലേ മനസ്സിലായത്. അപ്പം നമുക്ക് കാറിൻ്റെ സ്റ്റിയറിങ് വളക്കണ പോലെ അങ്ങനെ വളക്കാം. എല്ലാം വിട്ടോ, കണ്ടെയ്നറെല്ലാം വിട്ടോ.
അയ്യോ ഞാൻ പറഞ്ഞില്ലേ ഇപ്രാവശ്യം അവിടെ തട്ടാണ്ടൊന്ന് കിട്ടി. 56,000 PS5 കാണിച്ചായിട്ട് 6,000 സംതിങ് എന്തായാലും നമ്മുടെ കയ്യിൽ ബാക്കി ഉണ്ടാവും. ഇപ്പോൾ 10,000 ഒക്കെ ഉണ്ടാവും. പക്ഷെ എനിക്ക് അതിനൊന്നും മേടിക്കാൻ സമയമില്ല. ഇത് എന്തായാലും അവിടെ എത്തും, ഞാനാ പറയണ. ഫുള്ളി അപ്ഗ്രേഡഡ് ആണ്. എത്ത് ജസ്റ്റ് മിസ്. അവിടം വരെ എത്തി. എന്നിട്ടും കിട്ടിയ പൈസ നോക്കിയേ. എന്തായാലും കുഴപ്പമില്ല, ഇതെന്തായാലും എത്തും. ജസ്റ്റ് മിസ്സായിരുന്നത്. ഇവിടെ തട്ടണത് കാരണമാണ്. പാർട്സ് എല്ലാം അവിടെ പോയി വീഴുന്നുണ്ട്. മെയിൻ ടയറും ഇതൊന്നും അവിടെ പോയി വീഴണ. സ്പാർക്കൊന്നും ഉണ്ട് അവിടെ ഒന്നും. നമുക്ക് ഒന്നും കൂടി ബൂസ്റ്റ് ഒന്ന് അപ്ഗ്രേഡ് ചെയ്യാം. ബൂസ്റ്റ് കുടിക്കണ ബൂസ്റ്റില്ല, ഞാനിപ്പോൾ 2 പ്രാവശ്യമാണ്. പറക്ക് പറക്ക് പറക്ക്. എത്തി എത്തി എത്തി. യെസ്, ഞാൻ അടുത്ത ലെവല്. എൻ്റെ അമ്മോ, എന്തൊരു കഷ്ടപ്പാടാ. നെക്സ്റ്റ് ലെവൽ. ലാഗ് ഇപ്രാവശ്യം ലാഗ് ആയില്ല കേട്ടാ. എന്നിട്ടും 18,000 കിട്ടിയുള്ളൂ. എന്നാ ട്രെയിനാ? ഇതെന്ത് സാധനം? എന്ത് തേങ്ങ? ഇത് പ്ലെയിനാണോ? അവൻ്റെ കുഞ്ഞു പിള്ളേർ മറ്റേ കളിക്കണ പ്ലെയിനാ. ലിമിറ്റഡ് ടൈം ഓഫർ. പ്രത്യേകിച്ചൊന്നുമില്ല. പിന്നെന്താ, ഞാൻ വിചാരിച്ച ആഡിന് കിട്ടുമെന്ന്. പൈസ കൊടുത്തൊന്നും ഞാനില്ലത് കാണിക്കാൻ. ആ പാട്ട പ്ലെയിൻ എന്തിനുള്ള പാട്ട പ്ലെയിൻ മീൻസ് ലുക്കാത്രേ ഉള്ളൂ. നമ്മുടെ ഷിപ്പ് പോലത്തെ ഇരിക്കുന്ന പ്ലെയിൻ തന്നെ കണ്ടില്ലേ, ലുക്കാത്രേ ഉള്ളൂ. അപ്പം ഞാനത് അങ്ങനെ ആക്കി എടുത്തതാണ്. ഇതതും കൊണ്ടൊന്ന് നോക്കിയാലോ. എടാ, നേരത്തെ തന്നെ നല്ല പവർ ഉണ്ടാകാനുള്ള. ഓരോ ലെവലും ഫസ്റ്റ് ഇടുന്ന പ്ലെയിൻ്റെ അതേ പവർ തന്നെ ആയിരിക്കും ഈ പ്ലെയിനും. അങ്ങനെയാണല്ലേ, വെറുതെ അല്ല. ഇതെന്താ ഇങ്ങനെ? ഇപ്പം ശരിയായി. ഇടക്കിടക്കൊന്ന് ഇതായി പോകണമെന്നുള്ളൂ, കുഴപ്പമൊന്നുമില്ല അധികം. എൻ്റെ അമ്മേ, അത് കഴിഞ്ഞിട്ടും പോയി ഭാഗ്യം. അഡ്വർടൈസ്മെൻറ്റിൻ്റെ മേളിലാണ്. അഡ്വർടൈസ്മെൻറ്റ് നന്മയുള്ള ലോകമായി. നന്മയുള്ള ലോകം. അവിടെ കുഴിയായിരുന്നു, അതിൻ്റെ മേളിലാണ് നമ്മളിപ്പോൾ വന്ന് ഇങ്ങനെ നിൽക്കണേ. നന്മയുള്ള ലോകമേ. ബാക്കി എനിക്ക് അറിഞ്ഞൂടെ പാട്ടിൻ്റെ. ഞാൻ വളക്കാൻ നോക്കിയേ ഉള്ളൂ, അതേ ഓർമ്മയുള്ളൂ. എന്നാ മിക്സ് വലിയ സാധനം ഇടുന്നത്. ബൂസ്റ്റ് ഈസ് മൈ സീക്രട്ട് ഓഫ് എനർജി. അല്ല, ബൂസ്റ്റ് ഈസ് മൈ സീക്രട്ട്. അല്ല, അങ്ങനെയല്ലേ, എന്തോ ആയിരുന്നു. ബൂസ്റ്റ് ഈസ് എ സീക്രട്ട് ഓഫ് എനർജി, അങ്ങനല്ലേ? ഞാൻ എല്ലാം മറന്നുപോയി. എന്തായാലും ഞാൻ ഇട്ടേക്കണത് ഈ വീഡിയോ ആയിരിക്കും കുറച്ചധികം ലോങ് ആയിട്ടുള്ളത്. കാരണം ഇതൊരു 10-20 മിനിറ്റെങ്കിലും ഉണ്ടാവും. കാരണം ഈ ഗെയിം ഭയങ്കര ഫണ്ണിയാണ്. കറക്റ്റ് ആ പ്ലേൻ്റെ അവിടെ പോയി ഇടിച്ച്. അഡ്വർടൈസ്മെൻറ്റിൻ്റെ പ്ലേ എന്നുള്ളിടത്ത് തന്നെ പോയി ഇടിച്ച്. പ്ലീസ്. ഇനിയൊന്നും ചെയ്യാൻ പറ്റില്ല. നമുക്ക് ഇനി ബോണസൊന്നും ചെയ്ത് നോക്കിയാലോ. അത് നമ്മൾ കുറച്ച് ദൂരം പോയാൽ ഇനി കൂടുതൽ കാശ് കിട്ടിയാലോ. അങ്ങനെ നമുക്ക് വീണ്ടും അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റിയാലോ. എന്ത് പറയുന്നു? അത് പിടിച്ചു എന്നുള്ളവളാ. താഴെ വീഴല്ലേ. ഒന്ന് ബോണസ് അപ്ഗ്രേഡ് ചെയ്ത് നോക്കാം.
ഇപ്പോൾ കുറച്ച് ദൂരം പോയാലേ കൂടുതൽ കിട്ടുമോ അറിയാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ വന്നപ്പോൾ നമുക്ക് 8,000 ആയിരുന്നു കിട്ടിയത്. ഇപ്പോൾ 9,000. ആ കുഴപ്പമില്ല. ഒന്നും കൂടി കളിച്ചു നോക്കാം. എന്താണത്? അതെന്തോ പറ്റി. നമ്മ വീണ്ടും പറക്കുകയാണ്. അതിൻ്റെ മേളിൽ കൂടി പോ. പറ്റിയില്ല. ബോണസായിട്ട് എത്ര കിട്ടും? 15,000. നേരത്തെ കുഴീൻ്റെ അവിടെ വരെ വന്നിട്ട് 9,000 8,000. പക്ഷേ ഇവിടെ 15,000. കുഴീനപ്പുറത്ത് വന്നോ നമ്മൾ? കുഴീനപ്പുറത്ത് വന്നോ? എനിക്ക് കറക്റ്റ് അറിഞ്ഞൂടാ. ഇനി അപ്പുറത്ത് വന്നാന്ന് എനിക്ക് അറിഞ്ഞൂടാ കേട്ടാ. ചിലപ്പോൾ വന്നിട്ടുണ്ടാവും. ഞാൻ ബൂസ്റ്റ് കൂട്ടിയായിരുന്നു. എല്ലാം ഒന്ന് കൂട്ടി. പ്ലീസ്. കുഴീൻ്റെ അപ്പുറത്തോട്ട് വന്നു. വെറുതെ അല്ല, കുഴി കഴിഞ്ഞ് നമ്മൾ വന്നിട്ടുണ്ട്. അതിൻ്റെ അടുത്ത് നമ്മൾ ഇമ്പ്രൂവ്മെൻ്റ് ആയിട്ട് വീണ്ടും വന്നു. അതായത് പ്രാന്തം പ്ലെയിൻ ഓടിച്ച് കളിക്കണ്ടായിരുന്നു ആ പരസ്യം. നിങ്ങൾ കാണണ്ടല്ലോ. നിങ്ങൾക്ക് വേണ്ടി ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞില്ലേ? ഞാനല്ലേ അത് കാണണ്ടേ? ഒരു യൂട്യൂബർ എന്ന നിലയ്ക്ക് വളരെ ഉത്തരവാദിത്തമുള്ള യൂട്യൂബ് ചാനലാണോ എൻ്റെ? ഞാൻ അല്ലെന്നാ പറയുള്ളൂ. കാരണം ഞാനിപ്പോൾ 15 ദിവസം എന്തായി വീഡിയോ ഇട്ടിട്ട്, 1 മാസം വേണ്ടായി. ഇങ്ങനെ വീഡിയോ ഇടണമെങ്കിൽ പിന്നെ ഞാൻ എന്തിനാണ് യൂട്യൂബ് ചാനൽ കളിക്കണേക്കുന്നവരെ ഞാൻ ആലോചിച്ച് പോയി. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. കാരണം ചോറുന്നാളെ ടൈമായി. അതുകൊണ്ട് എല്ലാവർക്കും ബൈ. ഇത്രയും നേരം എൻ്റെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. തെറ്റാ ബൈ. അതിന് മുമ്പ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ. ബൈ. ടേക്ക്